പെയ്യുന്ന വരമാരി. ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. യോഹന്നാൻ 7:37-38 വരെ. തൊട്ടതെല്ലാം പൊന്നാക്കുവാൻ വരം ലഭിച്ച ഒരു രാജാവിൻ്റെ കഥ കേട്ടിട്ടില്ലേ? ഒത്തിരിയേറെ തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ചു കിട്ടിയ അനുഗ്രഹത്തിൽ രാജാവ് സന്തോഷിച്ചു. കൊട്ടാരം മുഴുവൻ ഓടി നടന്ന് കിട്ടിയ വരത്തിൻ്റെ ഫലപ്രാപ്തി പരിശോധിച്ചറിഞ്ഞു. തൊട്ടതെല്ലാം സ്വർണമായി. സന്തോഷം കൊണ്ട് രാജാവ് തുള്ളിച്ചാടി. പുറത്തേക്കിറങ്ങി ഉദ്യാനത്തിലൊന്ന് ഉലാത്തിക്കളയാം. അത്ഭുതമെന്ന് പറയട്ടെ, പൂന്തോട്ടത്തിലെ പൂക്കളെല്ലാം രാജാവിൻ്റെ സ്പർശനത്താൽ സ്വർണമായി മാറി. ഇനി എന്തെങ്കിലും കഴിച്ചിട്ടാവാം ബാക്കി പരീക്ഷണം. രാജാവ് അമൃതത്തിനിരുന്നു. ഭക്ഷണപാനീയങ്ങൾ തൊട്ട മാത്രയിൽ പൊന്നായി മാറി. വിശന്നിട്ട് വയ്യ, ഇനി എന്തു ചെയ്യും? രാജാവിന് അല്പം നിരാശ തോന്നി. രാജാവ് വീണ്ടും ഉദ്യാനത്തിലേക്ക് ഇറങ്ങി ഉലാത്താൻ തുടങ്ങി. അപ്പോൾ അതാ തൻ്റെ പൊന്നോമന മകൾ ഓടി വന്ന് തന്നെ കെട്ടിപ്പിടിക്കുന്നു. ഒറ്റ നിമിഷം കൊണ്ട് അവളും സ്വർണ്ണ പ്രതിമയായി മാറി. സംഗതികൾ ഇത്രയുമായപ്പോഴേക്കും രാജാവിനെ ഈ വരം എങ്ങനെയെങ്കിലും പിൻവലിച്ച് കിട്ടിയാൽ മതിയെന്നായി. ഈ കഥയിലെ രാജാവിൻ്റെ പ്രാർത്ഥന എന്ന പോലെയല്ലേ പലപ്പോഴും നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾ? നമുക്ക് പണം വേണം, പ്രതാപം വേണം, ഭൗതികമായ പല നേട്ടങ്ങളും വേണം. ഇവയൊക്കെ ലഭിച്ചാൽ നമുക്ക് സന്തോഷമായി. എന്നാൽ അവയേക്കാൾ എത്രയോ ഉത്കൃഷ്ടമായവയ്ക്ക് വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. ഒരിക്കൽ ബുദ്ധിമാനായ സോളമൻ രാജാവ് ബലിയർപ്പിക്കാൻ ഗിബയോനിലേക്ക് പോയി. അന്ന് രാത്രി സ്വപ്നത്തിൽ സോളമനെ കർത്താവ് പ്രത്യക്ഷനായി. ദൈവം അവനോട് പറഞ്ഞു, നിനക്ക് എന്തു വേണമെന്ന് പറഞ്ഞുകൊള്ളുക. അവൻ പറഞ്ഞു, നന്മയും തിന്മയും വിവേചിച്ചറിഞ്ഞ് അങ്ങയുടെ ജനത്തെ ഭരിക്കാൻ പോരുന്ന വിവേകം ഈ ദാസന് നൽകിയാലും. സോളമൻ്റെ ഈ അപേക്ഷ കർത്താവിന് പ്രീതികരമായി. അവിടുന്ന് പറഞ്ഞു, നിന്റെ അപേക്ഷ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ജ്ഞാനവും വിവേകവും ഞാൻ നിനക്ക് തരുന്നു. 1 രാജാക്കന്മാർ 3:12. ഇതോടൊപ്പം രാജാവ് ചോദിക്കാത്ത ധനവും മഹത്വവും കൂടി അവിടുന്ന് നൽകുന്നതായി നാം വായിക്കുന്നു. നാമായിരുന്നു സോളമൻ്റെ സ്ഥാനത്തെങ്കിൽ ശത്രു സംഹാരത്തിനുള്ള വരമോ സമ്പത്തോ സൗന്ദര്യമോ അതുപോലുള്ള എന്തെങ്കിലുമോ ചോദിക്കുമായിരുന്നു. ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന ഉറച്ച വിശ്വാസവും നിരുപാധികം ക്ഷമിക്കുവാനുള്ള നല്ല മനസ്സും പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നമുക്കുണ്ടാവണം. എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. ലൂക്ക 22:42 എന്ന നല്ല മനോഭാവവും അനിവാര്യമത്രേ. പ്രാർത്ഥനയിലൂടെ ദൈവഹിതം നിറവേറ്റാനുള്ള ശക്തി ലഭിക്കണം. അനുകൂലവും പ്രതികൂലവുമായ എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തിൻ്റെ സ്നേഹകരം മുറുകെ പിടിച്ചുകൊണ്ട് ധീരതയോടെ അവിടുത്തെ തിരുഹിതം നിറവേറ്റാൻ വേണ്ട കൃപയും അനുഗ്രഹവും പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്നു. നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഞാനെന്ന ഭാവവും ലോകമോഹങ്ങളും സുഖങ്ങളും ഉപേക്ഷിക്കാതെ പരിശുദ്ധാത്മാവ് നമ്മിൽ വന്ന് വസിക്കുകയില്ല. ഒരിക്കലും ദാഹിക്കാത്ത ജീവൻ്റെ ജലം നൽകുന്നവനാണ് ക്രിസ്തു. എളിമയും ശാന്തതയും നമ്മെ ദൈവതുല്യരാക്കി മാറ്റും. എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും. ജെറമിയ 33:3. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്നൊരു സ്വരം കേൾക്കും, ഇതാണ് വഴി, ഇതിലേ പോകുക. ഏശയ്യ 30:21. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെയായിരിക്കുവാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. യോഹന്നാൻ 14:16-26 വരെ. അനുദിന ജീവിതത്തിൽ ഓരോ നിമിഷത്തിലും പരിശുദ്ധാത്മാവിലൂടെ ദൈവം നൽകുന്ന നിർദ്ദേശങ്ങളും പ്രചോദനങ്ങളും സ്വീകരിക്കാൻ കഴിയുമ്പോഴേ ആത്മീയ വളർച്ചയുണ്ടാകുകയുള്ളൂ. ദൈവാരൂപിയിൽ നയിക്കപ്പെടുന്നവരാണ് ദൈവമക്കൾ. റോമ 8:14. അതിനാൽ പൗലോസ്ലീഹ പറയുന്നു, ഉത്കൃഷ്ടമായ ദാനങ്ങൾക്ക് വേണ്ടി തീക്ഷ്ണമായി അഭിലഷിക്കുവിൻ. 1 കൊറിന്ത്യസ് 12:31. ഞാൻ ഇന്നും ഓർക്കുന്നു, വളരെയേറെ നിരാശയിലും വേദനയിലും തകർന്നടിഞ്ഞ ജോണേട്ടൻ എന്നോട് പറഞ്ഞു, സിസ്റ്ററെ, എനിക്ക് മരിക്കണം, മുന്നോട്ട് പോകുവാൻ വഴിയില്ല. കുറേ നേരം അദ്ദേഹത്തിൻ്റെ വേദന കേട്ടതിന് ശേഷം ഞാൻ അദ്ദേഹത്തിനോട് ഒരു കരിസ്മാറ്റിക് ധ്യാനം കൂടി വരാൻ നിർദ്ദേശിച്ചു.
ആവശ്യമായ രൂപയും കൊടുത്തുവിട്ടു. ധ്യാനം കൂടി വന്ന ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, സിസ്റ്ററെ, എന്തൊരു സമാധാനം! എല്ലാം വിട്ടുകൊടുത്തു. പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറഞ്ഞ എനിക്ക് ഇനി എന്തു വന്നാലും ഒരു ഭയവുമില്ല. എനിക്കിനി ഒന്നും വേണ്ട. ലക്ഷക്കണക്കിന് രൂപ സിസ്റ്റർ തന്നാലും ഞാൻ ഇന്ന് അനുഭവിക്കുന്ന സമാധാനവും സന്തോഷവും ഉണ്ടാവുകയില്ല. മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകുവാൻ ദുഷ്ടരായ നിങ്ങൾക്ക് അറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. ലൂക്ക 11:13. പരിശുദ്ധാത്മാവ് നമ്മെ യഥാർത്ഥ വെളിച്ചത്തിലേക്ക്, സ്നേഹത്തിലേക്ക്, ജ്ഞാനത്തിലേക്ക്, ലക്ഷ്യത്തിലേക്ക് നയിക്കും. മുട്ടയാണെന്ന് കരുതി കുട്ടികൾ ചോദിച്ചാലും തിരിച്ചറിവുള്ള സ്വന്തം പിതാവിനറിയാം അത് തേളാണെന്ന്. അതിനാൽ തേളിന് തൻ്റെ മക്കൾക്ക് പിതാവ് നൽകുകയില്ല. എല്ലാം അറിയുന്ന ദൈവപിതാവ് നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അനുസരിച്ച് പെരുമാറുകയില്ല. കാരണം ദൈവപിതാവ് തൻ്റെ മക്കളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് പൂർണ്ണമായി അറിയുന്നു. മിന്നുന്നതെല്ലാം പൊന്നല്ല. ഒരുപക്ഷെ നമ്മുടെ ലൗകിക ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്ന പലതും നമ്മുടെ ഉപരിനന്മയ്ക്ക് ഉപകാരമാകണമെന്നില്ല. ഞാൻ ഓർക്കുന്നു, എൻ്റെ ചേച്ചിയുടെ കുഞ്ഞുമക്കൾ 10 മാസം പ്രായമുള്ളവർ 4 കാലിന്മേൽ നടക്കുന്ന കാലം. പെട്ടെന്ന് കറണ്ട് പോയി. ഒരു ചെറിയ വിളക്ക് കത്തിച്ച് താഴെ വെച്ചു. വിളക്ക് കണ്ട കുട്ടി വളരെ വേഗത്തിൽ വിളക്ക് പിടിക്കാൻ 4 കാലിന്മേൽ ഓടുന്നു. കണ്ടിരുന്ന ഞങ്ങൾക്ക് വലിയ സന്തോഷമായി. വളരെ അടുത്ത് എത്തിയപ്പോൾ അമ്മ കുഞ്ഞിനെ വാരിയെടുത്തു. കുഞ്ഞ് വാവിട്ട് കരഞ്ഞു. അവൾക്കപ്പോൾ താഴെ ഇറങ്ങണം, വിളക്ക് പിടിക്കണം. നമ്മുടെ നല്ല ദൈവം നാം ഊഹിക്കുന്ന പലതും ഇതുപോലെ അടുത്തെത്തുമ്പോൾ നമ്മുടെ ഉപരിനന്മയ്ക്കായി എടുത്തു മാറ്റുന്നു. നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരുവാൻ കഴിയുന്ന ദൈവത്തിന് സഭയിലും യേശുക്രിസ്തുവിലും എന്നേക്കും മഹത്വമുണ്ടാകട്ടെ. എഫെസസ് 3:20. ദാഹാർത്തരെ, ജലാശയത്തിലേക്ക് വരുവിൻ. നിർധനൻ വന്നു വാങ്ങി ഭക്ഷിക്കട്ടെ. വീഞ്ഞും പാലും സൗജന്യമായി വാങ്ങിക്കൊള്ളുക. എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വാക്കു കേൾക്കുവിൻ, നിങ്ങൾ ജീവിക്കും. യെശയ്യാ 55:1.